എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും പാവയ്ക്ക അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതാണ്. പാവയ്ക്ക അച്ചാറിന്റെ കയ്പ് കുറയ്ക്കുന്നതിനായിട്ട് ഇതിലേക്ക് 2 മാങ്ങ കൂടി ചേർത്തിട്ടാണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത്. ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ കഴിച്ചു തുടങ്ങാൻ പറ്റിയ പാവയ്ക്ക അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 2 പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 2 മാങ്ങ കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്കയും മാങ്ങയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. പാവയ്ക്കയും മാങ്ങയും കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പാവയ്ക്കയും മാങ്ങയും ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊക്കെയും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പാനടപ്പിലേക്ക് വെച്ച് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന ചേരുവകൾ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ കാശ്മീരി മുളക് പൊടിയും എരിവെള്ളം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവ, കടുക്, കായം ഇവ നല്ലതുപോലെ വറുത്ത് പൊടിച്ച പൊടി കൂടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വഴണ്ട് വന്നിട്ടുള്ള വെളുത്തുള്ളിയിലേക്ക് നമുക്ക് പൊടികളും കൂടി ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരിയും ഉപ്പും കൂടി ചേർക്കാം. പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് പാനിലേക്ക് കുറച്ച് വെള്ളവും വെള്ളത്തിലേക്ക് ആവശ്യമായ ഉപ്പും നല്ലെണ്ണയും കൂടി ചേർത്തൊന്ന് വെട്ടി തിളപ്പിച്ച് ചൂടാറിച്ചും കൂടെ വെക്കണം. അരമണിക്കൂർ നേരം ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള പാവയ്ക്കയും മാങ്ങയും ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൂപ്പിച്ചെടുത്തിട്ടുള്ള മസാലയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിച്ച് ആറിച്ച് വെച്ചിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ലൊരു പാവയ്ക്ക അച്ചാർ ഇവിടെ റെഡിയാണ്. ഇതുപോലെയൊക്കെ അച്ചാർ തയ്യാറാക്കുകയാണെങ്കിൽ പാവയ്ക്കയുടെ ഗുണങ്ങൾ നഷ്ടപ്പെടുന്നില്ല. അതുപോലെ പാവയ്ക്ക അച്ചാറിന് ഒരു തരി പോലും കയ്പ് ഉണ്ടാവുകയും ഇല്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. നല്ലൊരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായി ഫുൾ വീഡിയോ കൊണ്ട് വീടുകളിൽ തയ്യാറാക്കി നോക്കാം മറക്കല്ലേ. അതുപോലെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും